വട്ടാഞ്ചേരി രക്ഷ സ്പെഷ്യൽ സ്കൂളിന്റെ 40ാം വാർഷികാഘോഷം MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സാന്ത്വനമായാണ് രക്ഷാ സൊസൈറ്റി ഫോർ കെയർ ഓഫ് ചിൽഡ്രൻസ് പ്രവർത്തിച്ചു വരുന്നത്. കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളിക്ക് സമീപത്തെ ദാർ എസ് സലാം റോഡിലെ പുരാതന കച്ചിമേമൻ കുടുംബത്തിന്റെ പഴയ തറവാടായ യാസ്മിൻ മൻസിലിൽ പ്രവർത്തിക്കുന്ന രക്ഷ സൊസൈറ്റി ഫോർ ദ കെയർ ഓഫ് ചിൽഡ്രൻ പ്രസരിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സാന്ത്വനമേകുന്ന സ്പെഷ്യൽ സ്കൂളുകൾ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ 3 വ്യാഴവട്ടം മുമ്പ് പൊതുസമൂഹത്തിന് ഈ മേഖലയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതിരുന്ന കാലത്താണ് രക്ഷാ സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത്. സാമൂഹിക പ്രതിബദ്ധത കൈമോശം വരാത്ത നിസ്വാർത്ഥരായ ഒരു സംഘം ആളുകളുടെ ആത്മാർത്ഥ പരിശ്രമമാണ് രക്ഷയുടെ പിറവിക്ക് പിന്നിൽ. 150ഓളം വരുന്ന കുട്ടികളാണ് തങ്ങളുടെ ചെറിയ ചെറിയ കഴിവുകൾ സ്കൂളിന്റെ 40ാം വാർഷിക ആഘോഷവേളയിൽ പ്രകടിപ്പിച്ചത്. രക്ഷാ സൊസൈറ്റി ചെയർമാൻ WC തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരുപാട് തവണ രക്ഷാ സ്കൂളിൽ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇടപെടുന്ന മേഖലകൾ നമ്മുടെ നാടിന് വലിയ അഭിമാനം പകരുന്ന ഒന്നാണ്. സാധാരണ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാകുമ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് വിദ്യാഭ്യാസം സൗജന്യമാകുന്നില്ല? എന്തുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചേഴ്സിന് ഗവൺമെന്റ് സാലറി നേരിട്ട് കൊടുത്താൽ ഒരു വലിയ കോസ്റ്റ് ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും? എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഞാനൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊടുത്തു. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ ഒരു അമെൻമെന്റ് ആണ്. അമെൻമെന്റ് ഇസ് ഓൾ ദി എക്സ്പെൻസസ്, ടീച്ചേഴ്സ് സാലറി, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, ഈ സ്ഥാപനങ്ങൾക്കുള്ള മുഴുവൻ ചെലവും ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ അമെൻമെന്റായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ എത്ര റോഡോ, എത്ര പാലമോ, എത്ര കെട്ടിടമോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എന്നുള്ളതല്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് എന്നുള്ളതാണ്. MLA KJ മാക്സി, എമിറേറ്റ്സ് ചെയർമാൻ അൻവർ ഹാഷിം, ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് അക്ഷയ് അഗർവാൾ, ഓണററി സെക്രട്ടറി അനില നൈനാൻ, പ്രധാന അധ്യാപിക ഷേർലി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെ കൊണ്ട് ഇത്രയും നന്നായ രീതിയിൽ അവരെ കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ, അവരുടെ കഴിവുകളൊക്കെ ഘടിപ്പിക്കാനും ചെയ്യാനൊക്കെ ഉള്ള വലിയൊരു സാഹചര്യം നമ്മുടെ രക്ഷാ സൊസൈറ്റിയുടെ നമ്മൾ ഏർപ്പെടുത്തുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് 1985 2 കുട്ടികളുമായി തുടങ്ങിയ ഈ വലിയ സ്ഥാപനം ഇന്ന് 160 പല കുട്ടികളുമായി വളർന്നിരിക്കുകയാണ്. I promise that whatever we can do, whatever the chamber can do, we will continue to do. We will help you with whatever best possible we can. We will be involved more and more with Raksha. 40 കൊല്ലമായിട്ട് റൺ ചെയ്യുന്ന ഈ ഓർഗനൈസേഷൻ ഒരു വലിയൊരു കാര്യമാണ്. ചടങ്ങിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാൻ കാണികളായി മാതാപിതാക്കളും മറ്റ് അധ്യാപകരും പൊതുജനങ്ങളും അണിനിരന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.